ഹായ് സ്റ്റുഡൻസ്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ ലെസണാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ ബേസിക് ആണ് നമ്മൾ ഈ ലെസണിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്താണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്താണ്, അതുപോലെ തന്നെ തെർമോപ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വസ്തുക്കളുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, തെർമോപ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഇവയാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ലെസൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം ഇലാസ്റ്റിക് മെറ്റീരിയൽ, ഇലാസ്തിക വസ്തുക്കൾ, ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്നുള്ളത് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്, ഒരു യാന്ത്രിക സ്വഭാവമാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നൽകിക്കൊണ്ട് മാത്രം ചെക്ക് ചെയ്യാനായിട്ടും അറിയാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നൽകിക്കൊണ്ട് മാത്രം അറിയാനായിട്ട് സാധിക്കുന്ന, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മാത്രം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഇലാസ്തികത എന്ന് പറയുന്നത്. ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വസ്തുവിലേക്ക് നൽകി വസ്തുവിൻ്റെ രൂപത്തിന് മാറ്റം വരുത്തി, വസ്തുവിൻ്റെ ഷേപ്പിന്, ആകൃതിക്ക് അല്ലെങ്കിൽ സൈസിന്, അല്ലെങ്കിൽ ഷേപ്പിനും സൈസിനുമൊക്കെ മാറ്റം വരുത്തി, അതിൻ്റെ രൂപത്തിന് മാറ്റം വരുത്തി, ഈ രൂപമാറ്റത്തിന് കാരണമായിട്ടുള്ള, ഈ രൂപമാറ്റത്തിന് ഡിഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഈ ഡിഫോർമേഷന് കാരണമായിട്ടുള്ള ഈ ബലം ഈ വസ്തുവിൻ്റെ മുകളിൽ നിന്നും ഒഴിവാക്കി കഴിയുമ്പോൾ വസ്തു പഴയ രൂപത്തിലേക്ക് തന്നെ വരികയും ചെയ്യുന്നു എങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളുടെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിയാണ്, സ്വഭാവത്തിനെയാണ്, അത്തരത്തിലുള്ള സ്വഭാവത്തിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നൽകി ആ ഫോഴ്സ് കാരണമായി വസ്തുവിനൊരു രൂപമാറ്റം വരികയും ആ രൂപമാറ്റത്തിന് കാരണമായിട്ടുള്ള, ഡിഫോർമേഷന് കാരണമായിട്ടുള്ള ആ ബലം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുമെങ്കിൽ ആ ഒരു സ്വഭാവമാണ്, വസ്തുക്കളുടെ സ്വഭാവമാണ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത്. ഈ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഇലാസ്തിക വസ്തുക്കൾ എന്ന് പറയുന്നു. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് കുറേയധികം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ടയറുകൾക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ ചില സ്പെയർ പാർട്സിനൊക്കെ സ്പ്രിങ് പോലെയുള്ള, സസ്പെൻഷൻ സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, ഇലാസ്തിക സ്വഭാവമുള്ള ചില വസ്തുക്കളുടെ ചില പ്രത്യേകതകളാണ് പറയുന്നത്. ഒട്ടുമിക്ക സോളിഡ് വസ്തുക്കളും ഖരവസ്തുക്കളും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഇലാസ്തിക സ്വഭാവം കാണിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെ മാത്രമേ അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. അതായത് ഡിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാലും
ആ ഡിഫോർമേഷന് കാരണമായിട്ടുള്ള ബലം ഒഴിവാക്കി കഴിഞ്ഞാൽ പഴയ സ്ഥാനത്തേക്ക് വരികയില്ല. ഒട്ടുമിക്ക സോളിഡ് വസ്തുക്കൾക്കും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ഒരു പരിധിക്കുള്ളിൽ മാത്രമേ ഉള്ളൂ. ആ പരിധിക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ആ വസ്തു ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ പെർമനന്റ് ഡിഫോർമേഷനേക്ക് പോവുകയും ചെയ്യും. സ്ഥിരമായിട്ടുള്ളൊരു രൂപമാറ്റം അതിലേക്ക് മാറുകയും ചെയ്യും. പഴയ രൂപത്തിലേക്ക് അതിന് തിരിച്ചു വരാനായിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒട്ടുമിക്ക സോളിഡ് വസ്തുക്കൾക്കും ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1% വരെ മാത്രമേ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി സോളിഡുകളുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് അതിനെ നീളം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 1% മാത്രമേ അതിൻ്റെ നീളം എക്സ്റ്റെൻഡ് ചെയ്യുകയുള്ളൂ. സോളിഡുകളാണെങ്കിൽ, സോളിഡ് ഖരവസ്തുക്കളാണെങ്കിൽ ഏകദേശം 1% മാത്രം, അതായത് 100-1 നീളത്തിൻ്റെ 100-1 മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ 100-1 താഴെയുള്ള എക്സ്റ്റൻഷൻ ആണെങ്കിൽ മാത്രമേ അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഇലാസ്റ്റിക സ്വഭാവം നിലനിർത്തുകയുള്ളൂ. അതിൽ കൂടുതൽ ഉള്ള ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തു പോകും, പൊട്ടിപ്പോവുകയും അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മൾ സാധാരണയായിട്ട് വസ്തുക്കളെ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പൊതുവെ പറയുന്നത് ഏകദേശം അവയുടെ ഒറിജിനൽ ലെങ്തിൻ്റെ 300%, അതായത് 3 മടങ്ങ് വരെ അതിന് വലുതാകാൻ കഴിയുമെങ്കിൽ, അതിൻ്റെ ലെങ്ത് കൂട്ടാനായിട്ട് സാധിക്കുമെങ്കിൽ, ഒരു ബലം കൊടുത്ത് ഒരു വസ്തുവിൻ്റെ നീളത്തിനെ അല്ലെങ്കിൽ സൈസിനെ അതിൻ്റെ 3 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ 3 മടങ്ങ് എങ്കിലും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെയാണ് സാധാരണ നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരികയും ചെയ്യണം. ഒരു ഇലാസ്റ്റിക് പരിധി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സോളിഡ് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഒരു ഇലാസ്റ്റിക് പരിധിയുണ്ട്, ഇലാസ്റ്റിക പരിധിയുണ്ട്. ആ ഇലാസ്റ്റിക് പരിധിക്ക് മുകളിലായിട്ട് ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യും. ഒരു ബലത്തിന് ഒരു പരിധിയുണ്ട്, ഒരു നിശ്ചിത അളവുണ്ട്. ആ അളവിൻ്റെ ഉള്ളിൽ മാത്രമാണെങ്കിൽ അതിൻ്റെ ആ ഇലാസ്റ്റിക സ്വഭാവം ആ മെറ്റീരിയൽ കാത്തു സൂക്ഷിക്കുകയുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്തു പോകും, അതിൻ്റെ ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്യും. സാധാരണയായിട്ട് ഈ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏകദേശം 300% അതിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അതിന് വലിപ്പം നമുക്ക് കൂട്ടാൻ, സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, ഇപ്പോൾ ചില ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, ഇലാസ്റ്റിക് സ്വഭാവമുള്ള ചില മെറ്റീരിയൽസിലെ ഗമ്മുകളൊക്കെ, അല്ലെങ്കിൽ ഗമ്മ് പോലെയുള്ള ചില മെറ്റീരിയൽസൊക്കെ 1000%, അതായത് 10 മടങ്ങ് വരെയൊക്കെ അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കും. ബ്രേക്കിംഗ് ഇല്ലാതെ അതിൻ്റെ വലിപ്പം വർദ്ധിക്കും. അത്രയധികം ഇലാസ്റ്റിക സ്വഭാവം കാണിക്കുന്ന വസ്തുക്കളുമുണ്ട്. എന്നാൽ 1% അല്ലെങ്കിൽ 1%-ന് താഴെയോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന വസ്തുക്കളും ഉണ്ട്. ചില ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് റബ്ബർ, സ്പ്രിങ്, നാച്ചുറൽ ഗമ്മ്, നൈലോൺ എന്നൊക്കെ പറയുന്നത്. റബ്ബർ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. റബ്ബറിനെ വലിച്ചു കഴിഞ്ഞാൽ നീളം കൂടും, വലിക്കുന്ന ബലം ഒഴിവാക്കി കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് വരും. സ്പ്രിങ്, നമ്മൾ സ്പ്രിങ്ങിനെ വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ വലിക്കുന്ന ബലം ഒഴിവാക്കി കഴിഞ്ഞാൽ, വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് വരും. അതുപോലെ തന്നെ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട്, പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാലും അതിൻ്റെ പഴയ രൂപത്തിലേക്ക് വരും. അപ്പോൾ സ്പ്രിങ്ങിന് ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാം. നാച്ചുറൽ ഗമ്മ്, പശ, ഈ പശയ്ക്കും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നൈലോൺ, നമ്മൾ വാഹനങ്ങളുടെ ടയറുകളുടെ ഒക്കെ അകത്ത് അത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ടയറുകളുടെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമ നാരാണ് നൈലോൺ എന്ന് പറയുന്നത്. ഈ നൈലോണിനും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇവയൊക്കെ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. രണ്ടാമത് വരുന്നതാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് പ്രത്യേകത, അവയ്ക്ക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നത് പോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയലിനെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന്
പറയുന്നത്. ഈ പ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിന് രൂപമാറ്റം വരുത്തുകയും രൂപമാറ്റം വരുത്താൻ കാരണമായിട്ടുള്ള ബലം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്വഭാവത്തിനാണ് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു ബലത്തിന്റെ കീഴിൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവുകയും ആ ഡിഫോർമേഷൻ പെർമനന്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ടുള്ള രൂപമാറ്റം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിനാണ് പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ സാധാരണയായിട്ട് വരുന്നത് പോളിമേഴ്സ് എന്ന് പറയുന്ന കൃത്രിമ പ്ലാസ്റ്റിക്കുകളുടെ, സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകളുടെ കീഴിൽ വരുന്നതാണ്, പോളിമേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് ആണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ്, സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഈ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്കുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഇവയ്ക്ക് ഭാരം കുറവായിരിക്കും. ലോഹങ്ങളെ, മെറ്റലുകളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് സെയിം വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ ഭാരം വളരെയധികം കുറവ് ആയിരിക്കും. അതുപോലെ തന്നെ ആന്റി കൊറോസീവ് ഇൻ നേച്ചർ, തുരുമ്പ് പിടിക്കില്ല. അതിന്റെ സ്വഭാവമാണ് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളത് ഈ പ്ലാസ്റ്റിക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. എന്നിരുന്നു കഴിഞ്ഞാലും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. നമ്മൾ ലോഹങ്ങളുടെ പോലെയുള്ള അത്രയധികം സ്ട്രെങ്ത്, ബലം ഇതിന് ഇല്ല. ഡെൻസിറ്റി കുറവായിരിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറവാണ്, തുരുമ്പ് പിടിക്കില്ല. അതിന്റെ ഭാരം, അതിന്റെ സ്ട്രെങ്ത്, ബലം എന്ന് പറയുന്നത് കുറവ് ആയിരിക്കും. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഇനി ഈ പ്ലാസ്റ്റിക്കുകളുടെ ചില പ്രോപ്പർട്ടികൾ, ചില സ്വഭാവങ്ങൾ നോക്കാം. സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞത്, സ്ട്രെങ്ത് ഓഫ് എ പോളിമർ ഈസ് ലോ വെൻ കമ്പയർഡ് ടു മെറ്റൽസ്. ലോഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പോളിമറിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതിന്റെ ബലം അല്ലെങ്കിൽ ദൃഢത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. മറ്റൊന്ന് ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ മെറ്റൽസിൽ പറഞ്ഞു ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. അതായത് ഡയമീറ്റർ കുറഞ്ഞ നൂലുകളാക്കി, നാരുകളാക്കി മാറ്റാനായിട്ടുള്ള കഴിവ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനെ നമ്മൾ അല്ലെങ്കിൽ പോളിമറിനെ നമുക്ക് നാരുകളാക്കി, ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കനം കുറഞ്ഞ നാരുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊന്ന് കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് വളരെയധികം കുറവാണ്. അത് വൈദ്യുതിയുടെ നല്ല ഒരു ചാലകം അല്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അത് താപത്തിനെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ, അല്ലെങ്കിൽ താപത്തിന്റെ ഒരു മോശം കണ്ടക്ടർ ആണ്, ചാലകം ആണ് ഈ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് ഡെൻസിറ്റി ഓഫ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ പോളിമേഴ്സ്. ഇവയുടെ ഡെൻസിറ്റി വളരെയധികം കുറവാണ്. ഡെൻസിറ്റി എന്താണ് എന്നുള്ളത് തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട് പറയുന്നുണ്ട്. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെൻസിറ്റി പ്ലാസ്റ്റിക്കുകളുടെ അല്ലെങ്കിൽ പോളിമേഴ്സിന്റെ ഡെൻസിറ്റി വളരെയധികം കുറവായിരിക്കുന്നത് കൊണ്ട് ഇവയുടെ ഭാരം കുറവാണ്. ഈ ഭാരം കുറവാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പല സ്ഥലങ്ങളിലും ഈ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതിനൊരു കാരണമായിട്ട് ഉണ്ട്. ഉദാഹരണത്തിന് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്, വീടുകളിൽ അല്ലെങ്കിൽ അടുക്കളകളിലൊക്കെ ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ്, ഇവയൊക്കെ ലോഹങ്ങൾക്ക് പകരമായിട്ട് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കുന്നത് കൊണ്ട് ഭാരം കുറവാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് ഈ ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഇത് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളത്. ആന്റി കൊറോസീവ് ഇൻ നേച്ചർ,
തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ആണ്. മറ്റൊന്ന് ഹസാഡസ്, പരിസ്ഥിതിക്ക് വളരെയധികം ദോഷകരമായ വസ്തുക്കളാണ് ഈ പ്ലാസ്റ്റിക്കുകൾ. അത് വളരെയധികം ദോഷകരമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. മുകളിൽ പറഞ്ഞിട്ടുള്ള കുറേയധികം അഡ്വാൻറ്റേജുകളുണ്ട്. ഭാരം കുറവാണ്, നല്ല ഫിനിഷ് ഉണ്ടാകും, തുരുമ്പ് പിടിക്കില്ല തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷകരമായ വസ്തുക്കൾ എന്നിരുന്നു കഴിഞ്ഞാലും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ഒട്ടുമിക്ക എല്ലാ പ്ലാസ്റ്റിക്കുകളെയും റീസൈക്കിൾ ചെയ്ത് റീമോൾഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അവയെ ഉരുക്കി മറ്റു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കുകൾ പ്രധാനമായും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അവയുടെ സ്വഭാവത്തിനനുസരിച്ച്, അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച്, അവ താപവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനനുസരിച്ച് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് തെർമോ പ്ലാസ്റ്റിക്സ്, രണ്ടാമത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോസെറ്റ് പ്ലാസ്റ്റിക്സ് ഓർ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോ പ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോ പ്ലാസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അവ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, താപം കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് മാറുകയും ആ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഈ പ്ലാസ്റ്റിക്കുകളെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഹാർഡായിട്ട് മാറുകയും ചെയ്യും. ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെ ഹീറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ആ സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്കുകളെ തണുപ്പിച്ചു കഴിഞ്ഞാൽ, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡായിട്ട് മാറുകയും ചെയ്യും. അത് സാധാരണ നമുക്ക് സോളിഡ് രൂപത്തിലാണ് ലഭിക്കുക. സാധാരണ റൂം ടെമ്പറേച്ചറിൽ, സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് അത് ഖരാവസ്ഥയിൽ തന്നെയാണ് തെർമോ പ്ലാസ്റ്റിക് നമുക്ക് ഉണ്ടായിരിക്കുക. ഇവയെ നമുക്ക് ചൂടാക്കി ഹീറ്റ് കൊടുത്തുകൊണ്ട് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെ നമുക്ക് മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മൗൾഡ് ചെയ്തെടുക്കുന്നത് ചൂടാക്കി അതിനെ സോഫ്റ്റ് ആക്കി, അതിൻ്റെ ഹാർഡ്നെസ് വളരെയധികം കുറച്ച് അതിനെ സോഫ്റ്റ് ആക്കിയതിന് ശേഷം അത് തണുപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് സോളിഡ് ആയിട്ട് മാറുന്ന സ്റ്റേജ്, അതായത് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് കൂളിംഗ്, ആ ഒരു കണ്ടീഷനിലാണ് ഇവയെ നമുക്ക് മൗൾഡ് എടുക്കാനായിട്ട് സാധിക്കുക. ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചൂടാകുമ്പോൾ സോഫ്റ്റ് ആവുകയും തണുപ്പിക്കുമ്പോൾ ഹാർഡായിട്ട് മാറുകയും ചെയ്യും ഈ തെർമോപ്ലാസ്റ്റിക്സ്. ചൂടാക്കിയതിന് ശേഷം അത് തണുക്കുന്ന അവസ്ഥയിൽ, തണുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്കതിനെ മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ അതിനായിട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസിനൊക്കെ ഈ തെർമോപ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന വസ്തുക്കളും ഹാർഡ്നെസ്, ദൃഢത വളരെയധികം കുറവ് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, പ്ലാസ്റ്റിക് കവറുകൾ, വാട്ടർ ബോട്ടിൽസ്, കപ്സ്, അതുപോലെയുള്ള സാധനങ്ങൾ, ജഗ്ഗുകൾ, മഗ്ഗുകൾ, അങ്ങനെ കുറേയധികം സാധനങ്ങൾ തെർമോ പ്ലാസ്റ്റിക്കിലാണ് ഉപയോഗിക്കുന്നത്. റീമോൾഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഹാർഡ്നെസ് കുറവുമായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇവയെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ആക്കാനായിട്ട് സാധിക്കും. ചൂട് കൊടുത്തു കഴിഞ്ഞ് സോഫ്റ്റ് മെറ്റീരിയലാക്കി മൗൾഡ് ചെയ്ത് വിവിധ രൂപത്തിലേക്ക്, ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതൊരു റീസൈക്കിൾ ചെയ്യാവുന്ന പ്രോസസ്സാണ്. ഇത് സോളിഡ് ആയി കഴിഞ്ഞാലും, ഇത് ഹാർഡായി കഴിഞ്ഞാൽ, തണുപ്പിച്ചു കഴിഞ്ഞാൽ ഹാർഡാകും, തണുപ്പിച്ചു കഴിഞ്ഞ് ഹാർഡായി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ചൂടാക്കി സോഫ്റ്റ് ആക്കാം, തണുപ്പിച്ച് ഹാർഡാക്കാം, വീണ്ടും അതിനെ തന്നെ ചൂടാക്കി സോഫ്റ്റ് ആക്കി തണുപ്പിച്ച് ഹാർഡാക്കാനായിട്ട് സാധിക്കും. ഈ പ്രോസസ്സ് തുടർച്ചയായിട്ട് നടക്കാനായിട്ട് സാധിക്കും. റീസൈക്ലബിൾ പ്രോസസ്സ് ആണ്. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. തണുപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് ലഭിക്കുകയും ചെയ്യും. ഇത് കൂൾ ചെയ്യുന്ന സമയത്ത്, ചൂടാക്കി കഴിഞ്ഞ് അതിൻ്റെ സോഫ്റ്റ് കണ്ടീഷനിലേക്ക് എത്തും. അതിനുശേഷം അത് തണുപ്പിക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ മൗൾഡ് ചെയ്ത് ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റി എടുക്കുന്നത്. ഇത് സാധാരണയായിട്ട് മൗൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. 150 ഡിഗ്രി സെൽഷ്യസിലാണിത്
മൗൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തെർമോപ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷകരമാണ്. എങ്കിലും നമ്മൾ മുകളിൽ പറഞ്ഞ കുറേയധികം അഡ്വാൻറ്റേജുകളുണ്ട്. ആ അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ തെർമോപ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് വരുന്നു. തെർമോപ്ലാസ്റ്റിക്കുകൾ ഉദാഹരണമാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടഫ്ലോണുകൾ, ഹീറ്റ് താങ്ങേണ്ട ചില സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന മെറ്റീരിയലാണ് ടഫ്ലോൺ. അതുപോലെ തന്നെ പോളി എത്തിലീൻ എന്നൊക്കെ പറയുന്ന കുറേയധികം തെർമോപ്ലാസ്റ്റിക്കുകളുണ്ട് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. മറ്റൊന്നാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം ഹീറ്റ് ചെയ്ത് ഹാർഡാക്കുക. നമ്മൾ തെർമോപ്ലാസ്റ്റിക്കിൽ പറഞ്ഞത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, താപം കൊടുത്തു കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഹാർഡായിട്ട് മാറുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. തെർമോ താപം, ചൂട് കൊടുത്ത് സെറ്റ് ചെയ്യുക, ചൂട് കൊടുത്ത് ഹീറ്റ് കൊടുത്ത് സെറ്റ് ചെയ്യുക, ഹീറ്റ് കൊടുത്ത് സോളിഡ് ആക്കി മാറ്റുക. സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം സോളിഡ് ആക്കി സെറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൻ്റെ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ അത് ലിക്വിഡ് രൂപത്തിൽ ആയിരിക്കും. ഈ പ്ലാസ്റ്റിക്കുകൾ ലിക്വിഡ് രൂപത്തിലായിരിക്കും. ഇത് സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകളാണ്, പോളിമറുകളാണ്, സിന്തറ്റിക് ആണ്, കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ്. ഇത് ലിക്വിഡ് രൂപത്തിലാണ് ഉണ്ടാവുക. ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി അത്തരത്തിലുള്ള മൗൾഡുകളിൽ വെച്ചതിന് ശേഷം അവയെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കി കഴിഞ്ഞ് അവയെ നമുക്ക് സോളിഡ് രൂപത്തിലേക്ക്, ഹാർഡ് രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് ലിക്വിഡിലേക്ക് മാറില്ല. ഒരു പ്രാവശ്യം ഹീറ്റ് കൊടുത്ത്, താപം കൊടുത്ത് അത് സോളിഡ് ആക്കി ഏതെങ്കിലും രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് വരില്ല. തെർമോ സെറ്റാണ്, ഹീറ്റ് കൊടുത്ത് സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവയെ തെർമോസെറ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക്കിലാണെങ്കിൽ ചൂട് കൊടുത്ത് ഹീറ്റ് കൊടുത്ത് സോഫ്റ്റ് ചെയ്ത് രൂപത്തിലേക്ക് മാറ്റാമായിരുന്നു. തണുപ്പിച്ചു കഴിഞ്ഞ് ഹാർഡാകും. അതിനെ തന്നെ നമുക്ക് വീണ്ടും ചൂടാക്കി സോഫ്റ്റ് ആക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവ ലിക്വിഡ് രൂപത്തിലാണ്. ചൂട് കൊടുത്ത് അല്ലെങ്കിൽ താപം കൊടുത്തുകൊണ്ട് ഇവയെ ഹാർഡാക്കി മാറ്റാം, ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാം. പക്ഷെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത് റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രോസസ്സ് അല്ല. ഈ സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ വയറിങ്ങുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചില പ്ലാസ്റ്റിക് മെറ്റീരിയൽസും, സ്വിച്ചുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇവയൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. ഇവയ്ക്കൊക്കെ ഉയർന്ന സ്ട്രെങ്ത് ഉണ്ടാകും. നല്ല സ്ട്രെങ്ത് ഇവയ്ക്ക് ഉണ്ടെങ്കിലും, തെർമോപ്ലാസ്റ്റിക്കിനേക്കാളും സ്ട്രെങ്ത് ഇവയ്ക്ക് ഉണ്ടെങ്കിലും ഇവ പിന്നീട് നമുക്ക് ഹീറ്റ് ചെയ്ത് സോഫ്റ്റൻ ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനൊന്നും സാധിക്കില്ല. അതാണ് തെർമോസെറ്റ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹീറ്റിംഗ് ദ പോളിമർ ഇറ്റ് ടേൺസ് ആസ് ഹാർഡ് മെറ്റീരിയൽ. ഈ പോളിമർ പ്ലാസ്റ്റിക്കിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, താപം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഹാർഡ് മെറ്റീരിയൽ ആക്കി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് സാധാരണ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് രൂപത്തിലേക്കാണ് ഉണ്ടായിരിക്കുക. ഇതൊരു നോൺ റീസൈക്കിളബിൾ പ്രോസസ്സാണ്. ഈ തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് റീസൈക്കിളബിൾ അല്ല. പഴയ രൂപത്തിൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതിന് താപം കൊടുത്തു കഴിയുമ്പോൾ അതിന് സ്ട്രെങ്ത് ലഭിക്കും. അതുപോലെ തന്നെ കൂളിംഗ് നൽകിക്കൊണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് ലിക്വിഡ് രൂപത്തിലുള്ള ഈ തെർമോസെറ്റ് പ്ലാസ്റ്റിക്കിനെ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹാർഡ്നെസ് നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ്സിന് യാതൊരു വ്യത്യാസവും വരില്ല, പഴയ രൂപത്തിലേക്ക് തിരിച്ച് വരില്ല. അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുന്ന സമയത്താണ്. അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ഈ തെർമോസെറ്റ് പ്ലാസ്റ്റിക്കുകളെ നമ്മൾ ഹീറ്റ് ചെയ്താണ് ഹാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നത്. ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്, ഏത് ഷേപ്പിലാണോ വേണ്ടത്. ആ തരത്തിലുള്ള മൗൾഡുകളിൽ ഒഴിച്ചതിന് ശേഷമാണ് അവയെ ഹീറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ സർവീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. 300 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് വിവിധ രൂപത്തിലേക്ക് മാറ്റുന്നത്.
പ്ലാസ്റ്റിക്കുകൾ പോലെ തന്നെ പ്രകൃതിക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ളതാണ്, പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും. കാരണം അവ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനോ ഉപയോഗിക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് വളരെയധികം ദോഷകരമാണ്. എങ്കിലും മുകളിൽ പറഞ്ഞിട്ടുള്ള കുറേയധികം അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നു. വെയിറ്റ് കുറവാണ് തുടങ്ങിയിരിക്കുന്ന പോലെ, നല്ല ഫിനിഷിംഗ് ഉണ്ട് തുടങ്ങിയിരിക്കുന്ന പോലത്തെ കുറേ അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കുകൾ പൊതുവായിട്ട് തെർമോസെറ്റ് എന്നോ തെർമോ പ്ലാസ്റ്റിക് എന്നോ ഒന്നും ഇല്ലാതെ പൊതുവായിട്ട് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. സാധാരണ പോളിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്, തെർമോസെറ്റ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബേക്കലൈറ്റ് ഒക്കെ ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെയുള്ള എക്യുപ്മെന്റുകളെ കവറുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. എപ്പോക്സി റെസിൻ പെയിന്റുകൾക്കൊക്കെ കൂട്ടിച്ചേർക്കുന്ന, പെയിന്റുകളിലൊക്കെ മിക്സ് ആയിട്ട് ചേർക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവയൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുണ്ടായിരുന്നത്. ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളെ തന്നെ തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെന്നും ഇവയുടെ ഓരോതിൻ്റെയൊക്കെ പ്രത്യേകതയുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിനകത്ത് പറയാനുണ്ടായിരുന്നത്.